ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് അഖില കേരള കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ KPCC എന്നറിയപ്പെടുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. കാരണം നമ്മൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എടുത്തിട്ടുണ്ട്, മലബാർ രാഷ്ട്രീയ സമ്മേളനം എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വലിയ ടോപ്പിക്കാണ് നമ്മുടെ KPCC എന്നറിയപ്പെടുന്ന അഖില കേരള കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ നമുക്കിത് ഈ പരീക്ഷ സമയമായിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം വീഡിയോ കാണുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് കിട്ടുകയും അങ്ങനെയുള്ള വളരെ അടിപൊളി ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെയാണ് നോക്കാം, ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്ക് KPCCയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നറിയപ്പെടുന്നതാണ് KPCC. KPAC എന്നറിയപ്പെടുന്ന കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്നറിയും, അത് KPAC ആണ്. ഇത് നമ്മൾ മാറിയിട്ടുള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയും. ശ്രദ്ധിച്ചിരിക്കുന്നു. 1920 INC ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. ഇൻട്രൊഡക്ഷൻ വളരെ ശ്രദ്ധിച്ചോണം. 1920 INCയുടെ നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് K. മാധവൻ നായർ. 1920 INCയുടെ നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് K. മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായിട്ട് KPCC രൂപം കൊണ്ടത്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊണ്ടത് 1921. KPCCയുടെ ആദ്യകാല ആസ്ഥാനോടെയാണ് കോഴിക്കോട്. KPCCയുടെ ആദ്യകാല ആസ്ഥാനോടെയാണ് കോഴിക്കോട്. കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് K. മാധവൻ നായർ, KPCC സെക്രട്ടറി എന്നറിയപ്പെടുന്നത്. KPCC പ്രസിഡന്റായിട്ട് K. മാധവൻ നായരെ തിരഞ്ഞെടുത്തത് 1925. അപ്പൊ KPCCയുടെ ആദ്യ പ്രസിഡന്റായിട്ട് K. മാധവൻ നായരെ തിരഞ്ഞെടുത്തത് 1925. അപ്പൊ 1920 INCയുടെ നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് K. മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായിട്ട് KPCC രൂപം കൊണ്ടത് 1921. KPCCയുടെ ആസ്ഥാനമാണ് കോഴിക്കോട്. KPCCയുടെ ആദ്യ പ്രസിഡന്റായിട്ട് K. മാധവൻ നായരെ തിരഞ്ഞെടുത്തത് 1925. ഒരിക്കൽ കൂടി 1920 INCയുടെ നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് K. മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായിട്ട് KPCC അല്ലെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊണ്ടത് 1921. അതിന്റെ ആസ്ഥാനമാണ് കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് K. മാധവൻ നായരെ തിരഞ്ഞെടുത്തത് 1925. അപ്പോൾ അഖില കേരള കോൺഗ്രസ് സമ്മേളനം എന്നറിയപ്പെടുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലം. 1921 ഒറ്റപ്പാലം. അധ്യക്ഷം വെച്ചാണ് T. പ്രകാശം. അപ്പോൾ 1921 KPCCയുടെ ആദ്യ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം. അധ്യക്ഷം വെച്ചത് T. പ്രകാശം. നമ്മുടെ T. പ്രകാശം നമുക്കറിയാം, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് T. പ്രകാശം. ആന്ധ്രയുടെ ആദ്യ മുഖ്യമന്ത്രി എന്നറിയുന്നത് T. പ്രകാശം. ഇന്ത്യയിൽ ആദ്യ സ്റ്റേറ്റ് ഏതാണ്? ആന്ധ്രയാണ്. ഇന്ത്യയിൽ ആദ്യ സ്റ്റേറ്റ് ഏതാണ്? ആന്ധ്രാപ്രദേശായി മാറിയത് 1956. ആന്ധ്രാപ്രദേശായി മാറിയത് 1956. 1920 INCയുടെ നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് K. മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായി KPCC രൂപം കൊണ്ടത് 1921. KPCC ആസ്ഥാനമാണ് കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് K. മാധവൻ നായരെ തിരഞ്ഞെടുത്തത് 1925. നമ്മുടെ KPCC ആദ്യ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലം T. പ്രകാശം. KPCCയുടെ രണ്ടാം സമ്മേളനം നടന്നത് 1923 കോഴിക്കോട്. KPCCയുടെ രണ്ടാം സമ്മേളനം 1923 കോഴിക്കോട്. അധ്യക്ഷം വെച്ചാണ് സരോജിനി നായിഡു. നമ്മുടെ സരോജിനി നായിഡുവിന്റെ ചോദ്യം ഓർമ്മിക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ എന്നറിയപ്പെടുന്ന ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. അധികാരത്തിലേക്ക് അന്തരിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ, വനിതയെന്നോ പുരുഷനെന്നോ അവരുണ്ടോ, അധികാരത്തിലേക്ക് അന്തരിച്ച ഇന്ത്യയിൽ ആദ്യ ഗവർണർ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. INCയുടെ അധ്യക്ഷപദത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. അതിൽ പ്രസിദ്ധമായ ബുക്സാണ് ഗോൾഡൻ ത്രഷോൾഡ്. ഭവനത്തിന്റെ പേരെന്താണ്? ഗോൾഡൻ ത്രഷോൾഡ്. ഇനി അങ്ങനെയുള്ള നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സരോജിനി നായിഡുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും INC അധ്യക്ഷം വെച്ചത് 1925. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ രണ്ട് ചോദിക്കാം. KPCC നമ്മൾ INC അധ്യക്ഷ പദം അലങ്കരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ KPCC അധ്യക്ഷ പദം അലങ്കരിച്ചതിന് ശേഷം INC അധ്യക്ഷം വഹിച്ചതാണ്, അങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ആൻസർ സരോജിനി നായിഡു. ഒരിക്കൽ കൂടി
1920 INC നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് കെ മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായി KPCC രൂപം കൊണ്ടത് 1921. KPCC ആസ്ഥാനമായിട്ട് കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് കെ മാധവൻ നായരെ തെരഞ്ഞെടുത്തത് 1925. KPCCയുടെ അല്ലെങ്കിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ആദ്യമായി നടന്നത് 1921 ഒറ്റപ്പാലം. അധ്യക്ഷം വഹിച്ചത് T പ്രകാശം. രണ്ടാം സമ്മേളനം, ഒന്നാം സമ്മേളനം ഓർമ്മിക്കണം, രണ്ടാം സമ്മേളനം നടന്നത് 1923 കോഴിക്കോട്. അധ്യക്ഷം വഹിച്ചാണ് സരോജിനി നായിഡു. ഇനി മൂന്നാം സമ്മേളനം 1927. 27 സമ്മേളനം നടന്നത് കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ഒന്നാം സമ്മേളനം 1921 ഒറ്റപ്പാലം T പ്രകാശം. രണ്ടാം സമ്മേളനം 1923 കോഴിക്കോട് സരോജിനി നായിഡു. മൂന്നാം സമ്മേളനം 1927 കോഴിക്കോട് BG ഹോർണിമാൻ. ഓർമ്മിക്കണം, BG ഹോർണിമാൻ. നമ്മൾ ഇതിനകത്ത് കേട്ടിട്ടുള്ളത് സരോജിനി നായിഡു, T പ്രകാശം, നെഹ്റു ഒക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാം KPCC ഓർമ്മിക്കണം 1920 INC നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് കെ മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായി KPCC രൂപം കൊണ്ടത് 1921. KPCC ആസ്ഥാനമായിട്ട് കോഴിക്കോട്. KPCCയുടെ പ്രസിഡന്റായിട്ട് കെ മാധവൻ നായരെ തെരഞ്ഞെടുത്തത് 1925. KPCC ആദ്യ സമ്മേളനം 1921 ഒറ്റപ്പാലം. അധ്യക്ഷം വഹിച്ചത് T പ്രകാശം. രണ്ടാം സമ്മേളനം 1923 കോഴിക്കോട് സരോജിനി നായിഡു. മൂന്നാം സമ്മേളനം 1927 കോഴിക്കോട് BG ഹോർണിമാൻ. നാലാം സമ്മേളനം 1928. ഓർമ്മിക്കണം, നാലാം സമ്മേളനം 1928 പയ്യന്നൂർ സമ്മേളനം. അധ്യക്ഷം വഹിച്ചതാണ് നെഹ്റു. അപ്പൊ നെഹ്റുവിന് നമുക്കറിയാം INCയിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷം വഹിച്ചെന്ന് പണ്ട് ചോദ്യമുണ്ട്. ഇപ്പം സോണിയാഗാന്ധി വന്നതിന് ശേഷം ആ പദവിയും മാറി. ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി 17 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിർത്തി. ആമുഖത്തിന്റെ ശില്പി, അങ്ങനെ ഒരുപാട് പ്രത്യേകത. 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് INC അധ്യക്ഷനായിരുന്നു നെഹ്റു. ഇനി ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. 1928 സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം ഏതാണ്? 1928 നാലാം അയ്യന്നൂർ സമ്മേളനമായ നാലാം സമ്മേളനം വെച്ചാണ്. അപ്പോൾ നമ്മുടെ ജോൺ സൈമൺ ഓർമ്മിക്കണം. നമ്മുടെ സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട 4 വർഷം ഓർമ്മിക്കണം. സൈമൺ കമ്മീഷൻ നിലവിൽ വന്ന 1927, ഇന്ത്യ വിസിറ്റത് 1928, ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് 1929, റിപ്പോർട്ട് സമർപ്പിച്ചത് 1930. അപ്പോൾ നമുക്ക് ഓർമ്മിച്ചോണം, 27 നിലവിൽ വന്നു, 28 ഇന്ത്യ, 29 മടങ്ങിപ്പോയി, 30 റിപ്പോർട്ട്. സൈമൺ കമ്മീഷൻ അംഗങ്ങൾ നമ്മൾ സൈമൺ കമ്മീഷൻ ടോപ്പിക് എടുക്കും. അതിൽ അംഗങ്ങൾ എത്ര ഉണ്ടായിരുന്നു? 7. ഒരിക്കൽ കൂടെ നോക്കിക്കാം. നമുക്ക് വളരെ പഠിച്ച് ക്ലിയർ ആക്കി എടുത്തോണം. 1920 INC നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനം. നാഗ്പൂർ സമ്മേളനത്തെ അധ്യക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ പഠിച്ചിരിക്കുന്നതാണ് വിജയരാഘവ ആചാര്യ, വീരരാഘവ ആചാര്യ. 1920 INC നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് കെ മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായി KPCC രൂപം കൊണ്ടത് 1921. അതിന്റെ ആസ്ഥാനമായിട്ട് കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് കെ മാധവൻ നായരെ തെരഞ്ഞെടുത്തത് 1925. 1921 KPCC അല്ലെങ്കിൽ അഖില കേരള കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം. അധ്യക്ഷം വഹിച്ചത് T പ്രകാശം. 1923 കോഴിക്കോട്. അധ്യക്ഷം വഹിച്ചത് സരോജിനി നായിഡു. 1927 കോഴിക്കോട്. അധ്യക്ഷം വഹിച്ചത് BG ഹോർണിമാൻ. ഓർമ്മിക്കണം, BG ഹോർണിമാൻ. 1928 സമ്മേളനം നടന്നത് പയ്യന്നൂർ. അധ്യക്ഷം വഹിച്ചത് നെഹ്റു. സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1928 പയ്യന്നൂർ സമ്മേളനം. അതുപോലെ പയ്യന്നൂർ അറിയപ്പെടുന്നത് രണ്ടാം ബെർത്തോളി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പയ്യന്നൂരിനെയാണ്. രണ്ടാം ബെർത്തോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ. ഇനി KPCCയുടെ 5ാം സമ്മേളനം നടന്നത് 1931. അപ്പോൾ 1921, 23, 27, 28, 31. 31 സമ്മേളനം നടന്നത് വടകരയിൽ. വടകരയുടെ സമ്മേളനം അധ്യക്ഷം വഹിച്ചത് നെല്ലിസൻ ഗുപ്തയാണ്. 1921 ഒറ്റപ്പാലം. അധ്യക്ഷം വഹിച്ചത് T പ്രകാശം. 1923 കോഴിക്കോട്. അധ്യക്ഷം വഹിച്ചത് സരോജിനി നായിഡു. 1927 കോഴിക്കോട്. അധ്യക്ഷം വഹിച്ചത് BG ഹോർണിമാൻ. 1928 പയ്യന്നൂർ. അധ്യക്ഷം വഹിച്ചത് നെഹ്റു. ആ സമ്മേളനത്തിന്റെ പ്രത്യേകത ഓർമ്മിക്കണം. സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1928 പയ്യന്നൂർ സമ്മേളനം. 1931 5ാം സമ്മേളനം നടന്നത് വടകര. അധ്യക്ഷം വഹിച്ചത് നെല്ലിസൻ. അപ്പോൾ KPCC പ്രസിഡന്റായിട്ട് കെ മാധവൻ നായരെ തെരഞ്ഞെടുത്തത് 1925. KPCC ആദ്യ സമ്മേളനം 1921 ഒറ്റപ്പാലം. അധ്യക്ഷം വഹിച്ചത് T പ്രകാശം.
1923 കോഴിക്കോട് അധ്യക്ഷം വഹിച്ചത് സരോജിനി നായിഡു. 1927 കോഴിക്കോട് അധ്യക്ഷം വഹിച്ചത് ഓർമ്മിക്കണം BG ഹോർണിമാൻ. 1928 പയ്യന്നൂർ അധ്യക്ഷം വഹിച്ചത് നെഹ്റു. അതിനെ ഓർമ്മിക്കണം 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യൻ ടേബിൾ. അതിനായിട്ട് പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1928 നാലാം സമ്മേളനം. 1931 സമ്മേളനം വടകര അധ്യക്ഷം വെച്ചാണ് നെല്ലീസൻ മുത്തയാണ്. ഇനി ആറാം സമ്മേളനം ഓർമ്മിക്കണം. ആറാം സമ്മേളനം 1932. ആറാം സമ്മേളനമാണ് 1932 സമ്മേളന നഗരി കോഴിക്കോടാണ്. അപ്പോൾ ഒന്നാം സമ്മേളനം ഒറ്റപ്പാലം അധ്യക്ഷം വെച്ചത് ടി പ്രകാശം. രണ്ടാം സമ്മേളനം 1923 കോഴിക്കോട് സരോജിനി നായിഡു. 1932 കോഴിക്കോട് സമ്മേളനം അധ്യക്ഷം വെച്ചത് ആരാണ്? സാമുവൽ അറോൺ എന്ന് പറയും. ഓർമ്മിക്കണം സാമുവൽ അറോൺ. അപ്പോൾ 1920 INC നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് കെ മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായി KPCC രൂപം കൊണ്ടത് 1921. KPCC ആസ്ഥാനമായിട്ട് കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് കെ മാധവൻ നായരെ തെരഞ്ഞെടുത്തത് 1925. 1921 അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നവിടെയും ഒറ്റപ്പാലം അധ്യക്ഷം വെച്ചാണ് ടി പ്രകാശം. 1923 കോഴിക്കോട് നടന്നത് ഓർമ്മിക്കണം കോഴിക്കോട് സമ്മേളനം അധ്യക്ഷം വെച്ചാണ് സരോജിനി നായിഡു. 1927 കോഴിക്കോട് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് BG ഹോർണിമാൻ. 1928 പയ്യന്നൂർ അധ്യക്ഷം വഹിച്ചത് നെഹ്റു. 1928 സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1928 പയ്യന്നൂർ സമ്മേളനം. 1931 സമ്മേളനം വടകര അധ്യക്ഷം വെച്ചതാണ് നെല്ലീസൻ മുത്ത. 1932 സമ്മേളനം കോഴിക്കോട്. 32 സമ്മേളനം കോഴിക്കോട് അധ്യക്ഷം വെച്ചാണ് സാമുവൽ അറോൺ. 1900 ഏഴാം സമ്മേളനം 1935. ഏഴാം സമ്മേളനം 1935 സമ്മേളനം നടന്നത് കോഴിക്കോട്. അപ്പൊ കോഴിക്കോടാണ് കൂടുതൽ സമ്മേളനം നടന്നത്. പക്ഷെ നമുക്ക് ഈ INC കൊൽക്കത്ത എന്ന് പറയുന്ന ചില ആൾക്കാർ കൂടുതൽ പഠിക്കാറുണ്ട്. അങ്ങനെ പഠിച്ച ശരിയെടുത്ത് കൃത്യമായിട്ട് ഓർഡർ ആയിട്ട് വർഷം ഓർമ്മിക്കണം, സമ്മേളനത്തിൽ ഓർമ്മിക്കണം. അപ്പോൾ 1935 കോഴിക്കോട് സമ്മേളനത്തിൽ അധ്യക്ഷം വരുന്നത് സയ്യിദ് അബ്ദുള്ള ബ്രൽവി എന്ന് പറയും. ഓർമ്മിക്കണം സയ്യിദ് അബ്ദുള്ള ബ്രൽവി. അപ്പോൾ 1920 INC നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് കെ മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായിട്ട് KPCC രൂപം കൊണ്ടത് 1921. KPCC ആസ്ഥാനമായിട്ട് കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് കെ മാധവൻ നായരെ തിരഞ്ഞെടുത്തത് 1925. KPCC അല്ലെങ്കിൽ അഖില കേരള കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലം അധ്യക്ഷം വെച്ചാണ് ടി പ്രകാശം. രണ്ടാം സമ്മേളനം 1923 കോഴിക്കോട് അധ്യക്ഷം വെച്ചത് സരോജിനി നായിഡു. മൂന്നാം സമ്മേളനം 1927 കോഴിക്കോട് അധ്യക്ഷം വെച്ചത് BG ഹോർണിമാൻ. നാലാം സമ്മേളനം 1928 പയ്യന്നൂർ അധ്യക്ഷം വഹിച്ചത് നെഹ്റു. അഞ്ചാം സമ്മേളനം 1931 വടകര നെല്ലീസൻ മുത്ത. അപ്പോൾ അഞ്ചാം സമ്മേളനം 1931 വടകര നെല്ലീസൻ മുത്ത. ആറാം സമ്മേളനം 1932 കോഴിക്കോട് സാമുവൽ അറോൺ. ഏഴാം സമ്മേളനം 1935 കോഴിക്കോട് സയ്യിദ് അബ്ദുള്ള ബ്രൽവി. അപ്പോൾ 7 സമ്മേളനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എട്ടാം സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി KPCC അല്ലെങ്കിൽ ഓർമ്മിക്കണം 1920 INC ഞാൻ റിപ്പീറ്റ് പറയുന്നതാണ്. ഇത് ചില ആൾക്കാർ പഠിച്ച ആൾക്കാർ മറന്നിരിക്കുന്ന ആൾക്കാർ കാണും. ചില ആൾക്കാർ ഇതിന്റെ ഓർഡർ അറിയില്ലായിരിക്കും. അപ്പോൾ വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി റിപ്പീറ്റ് പറയുന്നത് 1920 INC നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ച ആരാണ്? കെ മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായിട്ട് KPCC രൂപം കൊണ്ടത് 1921. അപ്പൊ KPCC ആദ്യ സമ്മേളനം 1921 ഒറ്റപ്പാലം ടി പ്രകാശം. രണ്ടാം സമ്മേളനം 1923 കോഴിക്കോട് സരോജിനി നായിഡു. മൂന്നാം സമ്മേളനം 1927 കോഴിക്കോട് BG ഹോർണിമാൻ. നാലാം സമ്മേളനം 1928 പയ്യന്നൂർ അധ്യക്ഷം വഹിച്ചത് നെഹ്റു. അഞ്ചാം സമ്മേളനം 1931 വടകര നെല്ലീസൻ മുത്ത. ആറാം സമ്മേളനം 1932 കോഴിക്കോട് സാമുവൽ അറോൺ. ഏഴാം സമ്മേളനം 1935 കോഴിക്കോട് സയ്യിദ് അബ്ദുള്ള ബ്രൽവി. എട്ടാം സമ്മേളനം 1938 സമ്മേളന നഗരി സെയിം സ്ഥലം തന്നെയാണ് കോഴിക്കോട്. അധ്യക്ഷം വഹിച്ചത് ജയപ്രകാശ് നാരായണനാണ്. മിക്കവാറും പേര് പഠിക്കുന്നത് നമ്മുടെ ഈ KPCC നോക്കി പഠിക്കുമ്പോഴും സരോജിനി നായിഡു, ടി പ്രകാശം, നമ്മുടെ നെഹ്റു, നെല്ലീസൻ മുത്ത, ജയപ്രകാശ് ആണ് ഇങ്ങനെയുള്ളത് മാത്രമായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രം പഠിക്കാതെ എല്ലാ ടോപ്പിക്കും എല്ലാ മേഖലയും പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്നത് വ്യക്തമായിട്ട് ടോപ്പിക്ക് ഫുള്ളായിട്ട് പഠിക്കും. അപ്പോൾ നോക്കിക്കോ ഒരിക്കൽ കൂടി 1921 ഒറ്റപ്പാലം അധ്യക്ഷം വഹിച്ചത് ടി പ്രകാശം. 1923 കോഴിക്കോട് സരോജിനി നായിഡു. 1927 കോഴിക്കോട് BG ഹോർണിമാൻ. 1928 പയ്യന്നൂർ അധ്യക്ഷം വഹിച്ചത് ആരാണ്? നെഹ്റു. 1931 വടകര അധ്യക്ഷം വെച്ചത് നെല്ലീസൻ മുത്ത. 1932 കോഴിക്കോട് സാമുവൽ അറോൺ.
1935 കോഴിക്കോട് സെയ്ദ് അബ്ദുള്ള ബ്രഹ്മി, 1938 കോഴിക്കോട് ജയപ്രകാശ് നാരായണൻ. ഓർമ്മിക്കണം, ജയപ്രകാശ് നാരായണൻ നമുക്ക് ഓർമ്മിക്കുമ്പോൾ സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ച ജയപ്രകാശ് നാരായണൻ. ഇനി 9ാം സമ്മേളനം നടന്നത് 1939. 9ാം സമ്മേളനം നടന്നത് 1939. സമ്മേളന നഗരിയുടെ പേര് ബക്കളം എന്ന് പറയും. ബക്കളം. അധ്യക്ഷം വഹിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഓർമ്മിക്കണം, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അപ്പോൾ 9ാം സമ്മേളനം 1939. ഇത് സമ്മേളനം കൃത്യമായിട്ട് ഓർഡർ ആക്കണം. അപ്പോൾ 1939 9ാം സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഈ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഒരു 3 പത്രം നമുക്ക് ഓർമ്മിക്കണം. 3 വ്യക്തിയാണ്: അൽ ഹിലാൽ, അൽ അമീൻ, അൽ ഇസ്ലാം. ഇതിനുള്ള ഞാനിത് ഇങ്ങനെയുള്ള ഒരുമിച്ച് ഞാൻ പഠിപ്പിക്കും. അപ്പോൾ അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്, അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി കേരള സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നതാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കേരള സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അപ്പോൾ 1938 സമ്മേളനം കോഴിക്കോട് അധ്യക്ഷം വഹിച്ചത് ജയപ്രകാശ് നാരായണൻ. 8ാം സമ്മേളനം 1939 9ാം സമ്മേളനം നടന്നത് ഓർമ്മിക്കണം ബക്കളം. ബക്കളം. അധ്യക്ഷം വഹിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. 10ാം സമ്മേളനം നടന്നത് 1940. 10ാം സമ്മേളനം നടന്നത് 1940. സമ്മേളനം നടന്നത് കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ. അധ്യക്ഷം വഹിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് തന്നെ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അപ്പോൾ നോക്കി 10 സമ്മേളനം നോക്കിയ സെക്ഷൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസിലേക്ക് കിടക്കാൻ ശ്രമിച്ചു. അപ്പോൾ 1920 INC-യുടെ 40 സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് കെ മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായി KPCC രൂപം കൊടുത്തത് 1921. KPCC കാസർഗോഡ്, കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് കെ മാധവൻ നായരെ തിരഞ്ഞെടുത്തത് 1925. KPCC-യിൽ അഖില കേരള കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലം ടി പ്രകാശം, 1921 കോഴിക്കോട് സരോജനി നായിഡു, 1927 കോഴിക്കോട് BG ഹോർണിമാൻ, 1928 പയ്യന്നൂർ അധ്യക്ഷം വഹിച്ചത് നെഹ്റു, 1931 വടകര അധ്യക്ഷം വഹിച്ചത് നെല്ലീസൻ ഗുപ്ത, 1932 കോഴിക്കോട് സാമുവൽ അറോൺ, 1935 കോഴിക്കോട് സെയ്ദ് അബ്ദുള്ള ബ്രഹ്മി, 1938 കോഴിക്കോട് ജയപ്രകാശ് നാരായണൻ, 1939 ബക്കളം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, 1940 സമ്മേളനം കോട്ടയ്ക്കൽ അധ്യക്ഷം വെച്ചാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് റെഗുലറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കിനി 11ാം സമ്മേളനം അങ്ങനെ പഠിക്കേണ്ട. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അഖില കേരള കോൺഗ്രസ് സമ്മേളനം KPCC സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? തൃശ്ശൂരിൽ വെച്ചാണ് സമ്മേളനം. അധ്യക്ഷം വെച്ചാണ് K. കേളപ്പൻ. PSC ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് നമുക്ക് വരച്ച് പഠിച്ചോളാം. ഇതാ 1, 2, ഇതാ കിടപ്പുണ്ട് 3. ഇനി നമ്മളുടെ ജയപ്രകാശ് നാരായണൻ. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളുടെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCC-യിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ അഖില കേരള കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷം വെച്ചതാണ് നമ്മളുടെ K. കേളപ്പൻ. കേളപ്പനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളുടെ 1930 ഏപ്രിൽ മാസം 11-ാം തീയതി നടന്ന പയ്യന്നൂർ സത്യാഗ്രഹത്തിന് നായകൻ എന്നറിയപ്പെടുന്ന K. കേളപ്പൻ. ഇനി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCC അധ്യക്ഷം വെച്ചതാണ് K. കേളപ്പൻ. 1952 KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും രണ്ടായിരുന്നു. അപ്പോൾ 1952 KPCC മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും രണ്ടായിരുന്നു. മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയത് A.V. കുട്ടിമാണുവമ്മ. തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് K.R. ഇലങ്കൽ. അപ്പൊ ഇത് ഒരിക്കലും മറക്കരുത്. നമ്മുടെ A.V. കുട്ടിമാണുവമ്മയെ നിങ്ങൾക്ക് അറിയായിരിക്കും. 1930 സിവിലാർജ നിയമലംഘന പ്രസ്ഥാന കാലത്ത് 2 മാസം പ്രായമുള്ള കുട്ടിയെ വേണ്ടി നമ്മുടെ ജാഥ നയിച്ച് ജയിലിൽ കിടന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1952 KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും രണ്ടായിരുന്നു. മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആദ്യമേ അധ്യക്ഷം വെച്ചത് A.V. കുട്ടിമാണുവമ്മ. തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷം വെച്ചത് K.R. ഇലങ്കത്ത്. 1956 ഐക്യ കേരള പ്രസ്ഥാനം ഐക്യ കേരളം കേരള സംസ്ഥാനം രൂപം കൊണ്ട സമയത്ത് KPCC അധ്യക്ഷൻ വെച്ചത് കോഴിപ്പുറത്ത് മാധവൻ മൈതോനാണ്. കോഴിപ്പുറത്ത് മാധവൻ മെയ്തോൻ. അപ്പോൾ ഇപ്പൊ KPCC കാസർഗോഡേണ് ഇന്ദിരാ ഭവനാണ്. ഇപ്പോൾ KPCC കാസർഗോഡേണ് ഇന്ദിരാ ഭവനാണ് നമ്മുടെ തിരുവനന്തപുരത്താണ്.
അപ്പോൾ ഇത്രയും നോക്കി ഇവിടുന്ന് പഠിക്കാൻ നോക്കിയിട്ട് വളരെ നല്ലൊരു ടോപ്പിക്കാണ്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ മാറ്റമില്ല, കൃത്യമായിട്ടുണ്ട്. അപ്പോൾ 1920 ഐഎൻസിലെ നാഗ്പൂർ സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ ഒരു പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചത് കെ മാധവൻ നായർ. പ്രമേയത്തിന്റെ ഭാഗമായി KPCC രൂപം കൊണ്ട് 1921 KPCC രാസനോടേനി കോഴിക്കോട്. KPCC പ്രസിഡന്റായിട്ട് കെ മാധവൻ നായരെ തിരഞ്ഞെടുത്തത് 1927. KPCC അല്ലെങ്കിൽ അഖില കേരള കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലം അധ്യക്ഷം വഹിച്ചത് ടി പ്രകാശം. 1923 കോഴിക്കോട് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് സരോജിനി നായിഡു. 1927 കോഴിക്കോട് അധ്യക്ഷം വഹിച്ചത് BG ഹോർണിമാൻ. 1928 പയ്യന്നൂർ അധ്യക്ഷം വഹിച്ചത് നെഹ്റു. 1931 വടകര അധ്യക്ഷം വഹിച്ചത് നെല്ലിസൺ ഗുപ്ത. 1932 കോഴിക്കോട് സാമുവൽ ആറോൺ. 1935 കോഴിക്കോട് സെയ്ദ് അബ്ദുള്ള ബ്രഹ്മി. 1938 കോഴിക്കോട് ജയപ്രകാശ് നാരായണൻ. 1939 ബക്കളം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. 1940 സമ്മേളനം കോട്ടയ്ക്കൽ അധ്യക്ഷം വഹിച്ചാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCC അല്ലെങ്കിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന തൃശ്ശൂർ വെച്ച് അധ്യക്ഷം വഹിച്ചാണ് K കേളപ്പൻ. 1952 KPCC മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് രണ്ടായി കഴിഞ്ഞു. മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആദ്യമായി അധ്യക്ഷം വഹിച്ചത് AV കുട്ടിമാളുമ്മ. തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷം വഹിച്ചത് KR ഇലങ്കത്ത്. 1956 ഐക്യ കേരള പ്രസ്ഥാനം രൂപം കൊള്ളുന്ന സമയത്ത് KPCC അധ്യക്ഷം വഹിച്ചതാണ് കോഴിപ്പുറത്ത് മാധവൻ മേനോൻ. കോഴിപ്പുറത്ത് മാധവൻ മേനോൻ. KPCC ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ഇന്ദിര. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിക്കുക, ഒരു കാര്യം ചിന്തിക്കണം. ഞാൻ ഇതിനകത്തുള്ള ഈ കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രക്ഷോഭങ്ങളും ഞാൻ അടുത്ത ഉടനെയുള്ള ക്ലാസ്സുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഞാനിപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്, മലബാർ രാഷ്ട്രീയ സമ്മേളനം 5 എടുത്തിട്ടുണ്ട്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എടുത്തിട്ടുണ്ട്, കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്, കൊച്ചി മഹാജന സഭ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ KPCC ആണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ടോപ്പിക്കും ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കും. കാരണം മറ്റൊരു ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് പറയുമ്പോൾ കാരണം അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ മിക്കവാറും പരീക്ഷയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട് വർഷം ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭരണസമിതി ഭരണഘടന രൂപം കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട് അത് വർഷം ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം ഞാൻ നേരത്തെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കാണുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം അവരും ഇതിനകത്ത് നമുക്ക് ഒരു മാർക്ക് അവർക്ക് കിട്ടട്ടെ എന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.